ചെയ്തതെന്ന് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. കണ്ടോ? എൻ്റെ മച്ചാനെ സൂപ്പർ വണ്ടിയാണ്, അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. സെറ്റായിട്ട് ചുമ്മാ കൊണ്ടുപോയിക്കോന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരു മലയാളി ഒരു ചങ്ങാതി എടുത്തു നിന്ന് വാങ്ങിയതാണ്. സംഭവം കണ്ടുണ്ട്. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി കാണാണ്ട് നല്ല അടിപൊളിയായിട്ടില്ല. ഇത് കണ്ടോ? അയ്യവ, നല്ല സെറ്റ് വണ്ടി, നല്ല നീറ്റ്, എല്ലാം അടിപൊളി. ഓ നോക്കിയേ, കണ്ട 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 എല്ലാം അടിപൊളിയല്ലേ? സൂപ്പർ, നല്ല അടിപൊളി, നല്ല കിടുക്കാച്ചി വണ്ടി. ഇതേ കണ്ടോ? ബൈക്കൊക്കെ കണ്ടോ? ഇതേ മോനെ കണ്ടോ? 7 സീറ്ററാണ്, നല്ല പിടിക്കിട്ട് വണ്ടി. എൻ്റെ പുനോ അടിയിൽ ഇങ്ങനെയൊക്കെ ലീക്കാവുമെന്ന് ആരറിയുന്നു? ഒരു സൈഡിൽ കൂടെ നല്ല കാട്ടയ്ക്ക് ഡീസൽ ലീക്ക്. അപ്പം വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് ഇതുണ്ട്, ഇതൊക്കെ ലീക്ക് ആയേക്കുന്നതാണ്. വണ്ടി എവിടെയൊക്കെ കൊണ്ടിടുന്നോ അവിടെ എല്ലാം ലീക്കോട് ലീക്ക്. ഡീസല്, ഓയില്, ഇതൊന്നും നമ്മളറിയത്തില്ല. പുറംമോടിയൊക്കെ കണ്ട് വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ സൂക്ഷിച്ചോ കേട്ടോ. 8-ൻ്റെ പണിയെന്ന് പറഞ്ഞാൽ 8-ൻ്റെ അല്ല 16-ൻ്റെ പണിയാണ് വരുന്നത്. ഇതിപ്പോൾ ഇത് തുറന്ന് വേണേൽ കാണിക്കുക. ഇതിനകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതന്നേ ഉള്ളൂ. പഴയ വണ്ടി എന്നെ പോലൊക്കെ മേടിക്കാനായിട്ട് പാവങ്ങളായിട്ടുള്ളവരൊക്കെ പോയി മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഓർത്തോളുക, വണ്ടി എവിടെയെങ്കിലും ഒന്ന് മാറ്റിയിട്ടിട്ട് നോക്കണം ഇതിൻ്റെ അടിയിൽ കൂടെ എന്തെങ്കിലും ലീക്കാവുന്നുണ്ടോ എന്ന്. പിന്നെ ബോണറ്റൊക്കെ ഒന്ന് പൊക്കിയിട്ട് നോക്കണം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നനഞ്ഞൊക്കെ ഇരിപ്പുണ്ടോ, ഓയിലൊക്കെ ചാടിയിട്ടൊക്കെ നനഞ്ഞൊക്കെ ഇരിപ്പുണ്ടോ എന്ന്. ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നോക്കണം കേട്ടോ. നമ്മളൊക്കെ ഈ പുറംമൂടിയൊക്കെ കണ്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് വരും. വന്നു കഴിഞ്ഞത് ഇപ്പോൾ പണിയോട് പണിയാണ്. എന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു മലയാളിയുടെ അടുത്തുനിന്ന് മേടിച്ച വണ്ടിയാണ്. 11 പറഞ്ഞത് ഒരു കുഴപ്പമില്ല, വണ്ടി സൂപ്പർ വണ്ടിയാണ്, മച്ചാനെ കൊണ്ടേക്കോന്നാണ് പറഞ്ഞത്. ഇത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഷഡ്ജം കീറി നമ്മൾ നിൽക്കുവാണ്. നല്ല രസമുണ്ട്, അടിപൊളി. ഈ പണി നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വിധയാണ്. എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ. ശരിയാണ്, മലയാളി മാസാണ്, മലയാളി പൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്, എല്ലാമാണ്. ഞാനും ഒരു മലയാളിയാണ്. പക്ഷേ കേരളത്തിനകത്ത് ഇത്രയും ഉടായ്പുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് പുറത്തോട്ട് പ്രത്യേകിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ, മലയാളികളുടെ അടുത്തു നിന്ന് പഴംവണ്ടി എടുക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു. കുട്ടപ്പനാക്കി സെറ്റാക്കി ഇങ്ങനെ നമ്മളെ പറ്റിക്കും. ഇത് ചുമ്മാ സാര കളിയൊന്നുമല്ല. ഇവിടേക്ക് പഴംവണ്ടിക്ക് പോലും കൊടുക്കണം നല്ല പൈസ, ഇവിടുക്കത്തെ പൈസയാണ്. ഇടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വർക്ക്ഷോപ്പുകളിൽ മാറി മാറി ഒരു വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തുള്ള പരിപാടികളാണല്ലോ. വർക്ക്ഷോപ്പ് തോറും മാറി മാറി നടന്ന് ഓരോരോ പരിപാടികൾ ഇങ്ങനെ കാണിച്ച് നാട്ടിൽ മറ്റേ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അപ്പുറത്തോട്ട് പോകുമെന്ന് പറയുന്നത് പോലെ ഇതിപ്പോൾ ചെറിയ വല്ല വയറിളക്കോ ചെറിയ തലവേദനയോ പോലെയുള്ള അസുഖമൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി തരായിരുന്നു. ഇതങ്ങനെയൊന്നും അല്ലെന്നാണ് പറയുന്നത്. മണിക്കൂറുകൾ ഇതിൻ്റെ പുറകിൽ അവർക്ക് പണിയെടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പം വണ്ടി ആണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത്രയും കൂടെ ചുമ്മാ പറയാമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ ശരിയെന്നാ.